അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 38ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഒന്നാം അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബത്തിൽ ഊല. ആ ഒന്നാം അഖബ ഉടമ്പടി കഴിഞ്ഞ 12-അംഗ സംഘം യത്രിബിലേക്ക് മടങ്ങുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവരുടെ കൂടെ പറഞ്ഞയക്കുകയാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു യത്രിബിലെത്തി വളരെ ഊർജ്ജസ്വലമായിട്ട് പ്രബോധന പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ച് വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ വലിയൊരു ചലനം യത്രിബിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഔസിലും ഖസ്റജിലും പെട്ട നിരവധി പ്രധാനപ്പെട്ട ആളുകൾ, നേതാക്കളായിട്ടുള്ള ആളുകളെല്ലാം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു തന്നിൽ അർപ്പിക്കപ്പെട്ട ആ ദൗത്യം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച് ആ വർഷത്തെ ഹജ്ജിന് തൊട്ടു മുമ്പായിട്ട് യത്രിബിൽ നിന്നും മക്കയിലേക്ക് മടങ്ങിയെത്തുകയാണ്. ആ വർഷത്തെ ഹജ്ജിന് യത്രിബിൽ നിന്നും വലിയൊരു സംഘം വിശ്വാസികൾ, അവിശ്വാസികൾ അടങ്ങുന്ന 500-ലധികം വരുന്ന ആളുകളാണ് യത്രിബിൽ നിന്നും ആ വർഷത്തെ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുന്നത്. ആ സംഘത്തോടൊപ്പം 75ഓളം മുസ്ലിങ്ങളും ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. സീറത്ത് ഇബ്നു ഹിശാമിൽ നഹ്നു 73 റജുലൻ വമഅന ഇംറഅതാനി മിൻ നിസാഇന, 73 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന മുസ്ലിങ്ങളും ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ വരുന്ന യാത്ര വഴിമധ്യേ ഉണ്ടായ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചു. അങ്ങനെ അവർ മക്കയിലെത്തിയ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നു. റസൂലുള്ളാഹി അവരുമായിട്ട് ഹജ്ജിന്റെ അവസാനത്തെ ദിവസം ദുൽഹജ്ജ് 13 അയ്യാമു തശ്രീഖിന്റെ ദിനങ്ങളിൽ രാത്രിയുടെ അന്ത്യയാമത്തിൽ അഖബക്ക് പിറകെയുള്ള ആ താഴ്വരയിൽ വെച്ചുകൊണ്ട് അവരുമായിട്ടൊരു കൂടിക്കാഴ്ച, രഹസ്യമായിട്ടൊരു കൂടിക്കാഴ്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആസൂത്രണം ചെയ്യാൻ അത്തരത്തിലൊരു മെസ്സേജ് അവരിലേക്ക് കൈമാറി. അപ്പോൾ വളരെ രഹസ്യമായിട്ടാണ് റസൂലുള്ളാഹി ഓരോ ചുവടും വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ വലിയൊരു സംഘവുമായിട്ട് റസൂലുള്ളാഹി ചർച്ച നടത്തുന്നത് ഒരു കാരണവശാലും അവിടെയുള്ള ഖുറൈശികൾ അറിയാൻ പാടില്ല. നേരത്തെ പോലെയല്ല, നേരത്തെ വെറും 12 ആളുകൾ മാത്രമേ, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ ആ രൂപത്തിൽ 70-ൽ പരം ആളുകളുണ്ട്. അപ്പം അത്തരത്തിലൊരു സംഘവുമായിട്ട് റസൂലുള്ളാഹി കൂടിക്കാഴ്ച നടത്തിയ വിവരം അത് ഏതെങ്കിലും ഒരു കാരണവശാൽ ഖുറൈശികൾ അറിഞ്ഞാൽ അത് തങ്ങൾക്കെതിരെയുള്ള ഒരു ഗൂഢ നീക്കമാണെന്ന് അവർ മനസ്സിലാക്കും. അത് വലിയ അപകടമാണ്. നേരത്തെ തന്നെ ഒരു സംഘം അബിസീനിയയിലേക്ക് പോയതും ആ സംഘത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഖുറൈശികൾ അങ്ങേയറ്റം പണിപ്പെട്ടത് അംർ ബിൻ ആസിന്റെ നേതൃത്വത്തിൽ അബിസീനിയയിലേക്ക് ഒരു സംഘത്തെ അയച്ചു. അവർ ആ ദൗത്യം പരാജയപ്പെട്ട് തിരിച്ചു വന്ന അത്തരത്തിലുള്ള അനുഭവങ്ങളെല്ലാം ഖുറൈശികളുടെ മനസ്സിലുണ്ട്. അപ്പം ഇനി ഒരു കാരണവശാലും മക്കൾക്ക് പുറത്തുള്ള ഏതെങ്കിലും ഗോത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുമായിട്ട് റസൂൽ ഉടമ്പടി ചേരുന്നത് അല്ലെങ്കിൽ ചർച്ച നടത്തുന്നത് ഒരു കാരണവശാലും അവരറിയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വളരെ രഹസ്യമായിട്ടാണ് ആ ഒരു കൂടിക്കാഴ്ച പ്ലാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി തിരഞ്ഞെടുത്ത ആ ഒരു ദിവസം പോലും നോക്കുക. അതിലുള്ളൊരു യുക്തി, അതായത് ഹജ്ജിന്റെ അവസാനത്തെ ദിവസമാണ് റസൂലുള്ളാഹി അവരിലേക്ക് നിർദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഹാജിമാരായിട്ടുള്ള ആളുകളെല്ലാം ഹജ്ജിന്റെ അവസാന ദിവസം എന്ന് വെച്ചാൽ അങ്ങേയറ്റം അവർ ക്ഷീണിതരായിരിക്കും. അതേപോലെ തന്നെ ആ ദിവസത്തിന്റെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സമയം റസൂലുള്ളാഹി തിരഞ്ഞെടുക്കുന്നു. രാത്രിയുടെ അന്ത്യാമം, അതായത് 2-3 മണി, ആ ഒരു സന്ദർഭമാണ് റസൂലുള്ളാഹി നിർദ്ദേശിക്കുന്നത്. ആളുകളെല്ലാം ആ ഗാഠനിദ്രയിലായിരിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹി തെരഞ്ഞെടുക്കപ്പെട്ട ആ ഒരു ലൊക്കേഷൻ പോലും പറയപ്പെടുന്നത് അഖബ താഴ്വര എന്ന് വെച്ചാൽ, ഇനി അവിടെ മീനയിലുള്ള ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റാൽ പോലും അവർക്ക് പോലും കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ലൊക്കേഷനാണ് അവരിലേക്ക് റസൂലുള്ളാഹി നിർദ്ദേശിച്ചത് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ഒരു ഉദ്ധരണി മുന്നോട്ട് പോയി. നേരത്തെ ഞാൻ പറഞ്ഞു, ജാബിർ റളിയല്ലാഹു അൻഹു, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകളും അവരുടെ ആ 2 ഉദ്ധരണികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരം മുന്നോട്ട് പോകുന്നത്. അവർ പറയുകയാണ്, ആ വർഷം ഞങ്ങൾ ഹജ്ജെല്ലാം നിർവഹിച്ച് അവസാനത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട ദിവസം, ആ ദിവസം എത്തിയ സന്ദർഭത്തിൽ അന്നത്തെ രാത്രി അതീവ രഹസ്യമായിട്ട് ഞങ്ങൾ കുറച്ച് ആളുകളായിട്ട് ഞങ്ങൾ ടെന്റിൽ നിന്നും പുറത്തിറങ്ങാൻ തുടങ്ങി. പ്രത്യേകം മനസ്സിലാക്കണം, ടെന്റിൽ അവർ മാത്രം, വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാത്രമല്ല ടെന്റിൽ, അവരോടൊപ്പം വന്നിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ആളുകളും ടെന്റിലുണ്ട്. അപ്പം അവർ പോലും അറിയാതെ വേണം അവരെ ടെന്റിൽ നിന്നും പുറത്തിറങ്ങാൻ. ഒന്നിച്ച് പുറത്തിറങ്ങിയാൽ അപകടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അല്പം ആളുകളായിട്ടാണ് അവർ ടെന്റിൽ നിന്നും പുറത്തിറങ്ങുന്നത്. അവർ പാത്തും പതുങ്ങിയും അർദ്ധരാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് അവർ നടക്കാൻ തുടങ്ങി. സംഘമായിട്ട് അവരെത്തി. ഒരു അല്പസമയം കൊണ്ട് തന്നെ മുഴുവൻ ആളുകളും 75 ആളുകളും ആ പറയപ്പെട്ട സ്ഥലത്ത് ആ അർദ്ധരാത്രി അവർ സംഗമിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കാത്തവിടെ അവർ നിൽക്കുകയാണ്. ഏറെ വൈകാതെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവരിലേക്ക് വരാൻ. റസൂലുള്ളാഹി പുറപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി കൂടെ 3 ആളുകളെ റസൂലുള്ളാഹി കൂടെ കൂട്ടി. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയും റസൂലുള്ളാഹി കൂടെ കൂട്ടുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി വരുന്ന വഴിയിൽ അഖബ താഴ്വരയുടെ ആ പ്രവേശന കവാട എൻട്രൻസ് പോയിന്റിന്റെ ആ ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തി. അവിടെ കാവൽക്കാരനായിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ആ സിഗ്നൽ തരാൻ വേണ്ടി റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തി. അതേപോലെ തന്നെ അഖബയിലേക്കുള്ള വഴി മധ്യേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തി. വല്ല അപകടം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അറിയിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അവിടെ നിർത്തുകയാണ്, സുരക്ഷിതത്വം എന്നുള്ള നിലക്ക്. അതിനുശേഷം പിതൃ സഹോദരനായിട്ടുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയും കൂട്ടിയിട്ടാണ് റസൂലുള്ളാഹി അവരിലേക്ക് നടന്നു വരുന്നത്. മറ്റൊരു മനോഹരമായിട്ടുള്ള പോയിന്റ് ചിന്തിച്ചു നോക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും, അള്ളാഹിന്റെ കാവൽ റസൂലുള്ളാഹിക്ക് ഉണ്ടെങ്കിലും റസൂലുള്ളാഹി തനിക്ക് കഴിയാവുന്ന രൂപത്തിലുള്ള എല്ലാ മുൻകരുതലുകളും റസൂലുള്ളാഹി സ്വീകരിക്കുന്ന മനോഹരമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, സിറയിലുടനീളം പ്രധാനമായിട്ട് അടുത്ത വരാൻ പോകുന്ന ഹിജ്റയുടെ ചരിത്രത്തിലെല്ലാം റസൂലുള്ളാഹി ഓരോ ചുവടും വെക്കുന്നത് കഴിയാവുന്ന അത്ര മാക്സിമം മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ഓരോ ചുവട് വെപ്പും നടത്തുന്നതായിട്ട് കാണാൻ സാധിക്കുക. മനോഹരമായിട്ടുള്ള പാഠം. തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്ന് വെച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കഴിയാവുന്ന നമ്മുടെ ഭാഗം മാക്സിമം ചെയ്തതിന് ശേഷം ബാക്കിയാണ് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിക്കേണ്ടത്. യഖിൽഹാ വ തവക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മനോഹരമായിട്ടുള്ള പാഠാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുടനീളം നമുക്ക് നൽകുന്നത്. ആ 2 ആളുകൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചതിന് ശേഷം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കൂടെയാണ് റസൂലുള്ളാഹി അവരിലേക്ക് നടന്നു വരുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അവിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന ഒരുപാട് സമയത്തിന് ശേഷമാണ്. നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ഹിജ്റയ്ക്കും ശേഷം ബദറും ഉഹുദെല്ലാം അരങ്ങേറുന്ന സന്ദർഭത്തിലും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവിശ്വാസിയായിക്കൊണ്ട് തന്നെ മക്കയിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം അവിടെ ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾക്ക് അദ്ദേഹത്തിന്റെ കൂറിൽ വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അവരാ സംശയം തീർക്കാനുള്ള നല്ലൊരു അവസരമായിട്ട് അവർ ബദറിനെ ഉപയോഗപ്പെടുത്തുന്നതെല്ലാം മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ബദർ അരങ്ങേറിയ സന്ദർഭത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ അവർ നിർബന്ധിച്ച് ആ സംഘത്തിൽ അവർ ഉൾപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അത് അറിഞ്ഞു. റസൂലുള്ളാഹി ബദർ യുദ്ധം ആരംഭിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് റസൂലുള്ളാഹി അനുയായികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകി. റസൂലുള്ളാഹി പറഞ്ഞു, മക്കയിൽ നിന്നും ഒരിഷ്ടമില്ലാതെ അവരുടെ നിർബന്ധം കാരണം മാത്രം ചില ആളുകൾ ആ സംഘത്തോടൊപ്പം വരുന്നുണ്ട്, അവരെ നിങ്ങൾ ഒരു കാരണവശാലും വധിക്കരുത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം നൽകിയ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാള് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബാണ്. അങ്ങനെ ബദർ യുദ്ധാനന്തരം അവർ യുദ്ധത്തടവുകാരായിട്ട് പിടിക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലും അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കാണാൻ സാധിക്കും എന്നുള്ള. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഈ ഒരു പോയിന്റിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിശ്വാസിയായിട്ടുള്ള അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെയാണ് ആ നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ചക്ക് വേണ്ടി റസൂലുള്ളാഹി കൂടെ കൂട്ടുന്നത്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ഒരു വിശ്വാസി എന്നുള്ള നിലക്കല്ല, കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു കാരണവരെന്നുള്ള നിലക്കാണ് റസൂലുള്ളാഹിന്റെ കൂടെ വരുന്നത്. റസൂലുള്ളാഹിന്റെ ഭാവി സുരക്ഷിതാകണമെന്ന് അദ്ദേഹം അങ്ങേയറ്റം ആഗ്രഹിച്ചു. അതേപോലെ തന്നെ അബൂ ത്വാലിബിന്റെ മരണശേഷം തന്റെ കുടുംബത്തിൽ ചെറിയ രൂപത്തിൽ ഒരു സംരക്ഷകൻ കൂടായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനോടൊപ്പം ആ സംഘത്തിലേക്ക് ആ കൂരാകൂരിട്ട് ചിന്തിച്ചോക്കെ ആ ഒരു സീന് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്തെങ്കിലും ഒരു ചെറിയ വെളിച്ചമല്ല അവർ സംഘടിപ്പിച്ചിട്ടുണ്ടാകും. ആ സംഘത്തിനിടയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരികയാണ്. അപ്പൊ അവിടെ എത്തിയ സന്ദർഭത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ സദസ്സിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിന് തീരെ തൃപ്തിയായില്ല. കാരണം അവിടെ ഇരിക്കുന്നത് മുഴുവൻ ചുറുചുറുക്കുള്ള യുവാക്കളാണ്. കാര്യമായിട്ട് യുവാക്കളാണ് സദസ്സിലുടനീളം അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. മുഴുവൻ 40-30 വയസ്സിന് താഴെ പ്രായമുള്ള ആളുകളാണ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിലും അവിശ്വാസിയാണ്. അപ്പൊ ജാഹിലിയത്താകുന്ന ഗ്ലാസ്സിലൂടെയാണ് അദ്ദേഹം കാര്യങ്ങളെല്ലാം നോക്കിക്കാണുന്നത്. അപ്പൊ ജാഹിലിയ സംസ്കാരം, ഗോത്ര സംസ്കാരം എന്ന് വെച്ചാൽ ഏതൊരു ഗോത്രത്തിലും തലമുതിർന്ന ആളുകളായിരിക്കും നേതാക്കളായിട്ടുണ്ടാവുക. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അവരാണ് മുന്നിലുണ്ടാവുക. പക്ഷെ ഈ ഒരു സദസ്സിൽ കാര്യമായിട്ടുള്ളത് യുവാക്കളാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇസ്ലാമികമായിട്ടുള്ള സാഹോദര്യം, ഈമാൻ നൽകുന്ന ആ ബോണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന ആ ഉഖുവത്തൊന്നും മനസ്സിലാക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് സാധ്യമല്ല. കാരണം അദ്ദേഹം ഈ സന്ദർഭത്തിലും ജാഹിലിയത്തിൽ നിന്ന് അദ്ദേഹം മോചിതനായിട്ടില്ല.
അപ്പം അദ്ദേഹത്തിന്റെ അതൃപ്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിക്കുകയും അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയാവുന്ന തലമുതിർന്ന ഒരു നേതാവും യത്രിബിലുള്ള ഒരു നേതാവും ഈ സദസ്സിലില്ലല്ലോ. അദ്ദേഹത്തിന് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്യുന്നത് പോലെ അദ്ദേഹം സംസാരിക്കണം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്കും അവരെ കൃത്യമായിട്ട് അറിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ആ സദസ്സിനെ അഭിമുഖിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. നല്ല ഗാംഭീര്യമുള്ള ശബ്ദത്തിനുടമയായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. അദ്ദേഹത്തിന്റെ ആ ഗാംഭീര്യമുള്ള സ്വരത്തിൽ അദ്ദേഹം സദസ്സിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരം ആരംഭിച്ചു. യാ അഹ്ല ഖസ്റജ്, ഖസ്റജുകാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് സംസാരം തുടങ്ങുന്നത്. അപ്പോൾ നമുക്കറിയാം, സദസ്സിൽ ഖസ്റജുകളായിട്ടുള്ള ആളുകൾ, ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മാത്രമല്ല സദസ്സിലുള്ളത്, അവിടെ ഔസ് ഗോത്രത്തിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷേ മദീനക്കാരെ പൊതുവെ മക്കക്കാർ ഖസ്റജുകാരെന്നായിരുന്നു അക്കാലഘട്ടത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. കാരണം മദീനയിലുള്ള പ്രധാനപ്പെട്ട ഗോത്രം ഖസ്റജായിരുന്നു. അവരായിരുന്നു എണ്ണത്തിൽ കൂടുതൽ. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം സംസാരം തുടരാണ്. അദ്ദേഹം പറഞ്ഞു, ഖസ്റജുകാരെ, ഞങ്ങൾക്കിടയിൽ ഈ വ്യക്തിക്കുള്ള സ്ഥാനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതായത് ഞങ്ങൾക്കിടയിൽ മുഹമ്മദിനുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ സമൂഹത്തിൽ വേണ്ടപ്പെട്ട ആളാണ്, ഞങ്ങൾക്കിടയിലുള്ള അൽ അമീനാണ്. ഇത്രയും കാലം അദ്ദേഹത്തെ ഞങ്ങൾ സംരക്ഷിച്ചു. ഈ ഒരു സന്ദർഭത്തിലും അദ്ദേഹം സ്വന്തം നാട്ടിൽ സ്വന്തം ജനങ്ങൾക്കിടയിൽ എല്ലാ അർത്ഥത്തിലും സുരക്ഷിതനാണ്. അദ്ദേഹത്തിന് എല്ലാ ഇജ്ജത്തും ഈ നാട്ടിലുണ്ട്. അങ്ങനെ എല്ലാമായിട്ടും നിങ്ങളോടൊപ്പം വന്നു ചേരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ സാധിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ, അതായത് അദ്ദേഹത്തെ 100% സംരക്ഷിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ഏറ്റെടുക്കുക. ഇനി അതല്ല, നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വഞ്ചിക്കാനോ അല്ലെങ്കിൽ ശത്രുക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാനുമാണ് നിങ്ങളുടെ അത്തരത്തിൽ വല്ല ഗൂഢ ഉദ്ദേശവും നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ തുറന്നു പറഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ ഉപേക്ഷിച്ചു പോവുക. അദ്ദേഹത്തെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. സ്വന്തം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം സുരക്ഷിതനാണ്. നിർഭയം ഈ നാട്ടിൽ അദ്ദേഹത്തിന് ജീവിക്കാം. ഇതായിരുന്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അവരുടെ മുമ്പിലേക്ക് നടത്തിയ സംസാരം. ആ സംസാരം വളരെ കൃത്യമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്നാമതായിട്ട് പലതും വാസ്തവവിരുദ്ധമായിട്ടുള്ള രൂപത്തിലാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാട്ടിൽ 100% സുരക്ഷിതനൊന്നല്ല. അതുകൊണ്ടാണ് വ്യത്യസ്ത ഗോത്രങ്ങളെ റസൂലുള്ളാഹി സമീപിക്കേണ്ടി വന്നത്. പല സന്ദർഭത്തിലും അവർ റസൂലുള്ളാഹിനെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവമെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞു. ഇനിയും ഉടനെ തന്നെ ഹിജ്റയിലേക്ക് നമ്മൾ കടക്കുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലും അവർ വധിക്കാൻ ശ്രമിക്കുന്ന എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എല്ലാ അർത്ഥത്തിലും ആ നാട്ടിൽ സുരക്ഷിതനല്ല. പക്ഷേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം ആ ജാഹിലിയത്തിൽ നിന്നുകൊണ്ടാണ് ആ സന്ദർഭത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ജാഹിലിയത്തിൽ നിന്ന് മോചിതനായിട്ടില്ല. ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആ ഗോത്രാഭിമാനം, അതായത് ഞങ്ങളെല്ലാം കൊണ്ടും ഉയർന്നവരാണെന്നുള്ള ആ ഗോത്രാഭിമാനത്തിന്റെ പുറത്താണ് അദ്ദേഹം അവിടെ സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് തീവ്ര ദേശീയത എന്നെല്ലാം പറയുന്നതിന് സമാനമായിട്ട് ആ ഗോത്രത്തോടുള്ള കൂറ്, മറ്റുള്ള ഗോത്രത്തിന് മുമ്പിൽ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് എല്ലാ പ്രതാപവും ഉണ്ടെന്ന് ആ രൂപത്തിലുള്ള ഒരു സംസാരം മാത്രമായിട്ട് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ സ്വാഭാവികമാണ്, അത് കേട്ടിരുന്ന ആ സദസ്സിലുള്ള ആളുകൾക്ക് അവർക്ക് ആ സംസാരത്തിൽ ഇഷ്ടപ്പെടില്ല. കാരണം അവർ ഈമാൻ തുളുമ്പി നിൽക്കുന്ന ഒരു യുവ സമൂഹമാണ്. അപ്പൊ അവര് പ്രതികരിക്കാണ്. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് സംസാരിച്ച സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഖദ് സമിഅനാ മാ ഖുൽത് തകല്ലം യാ റസൂലുള്ളാഹ്. നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ കേട്ടു, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞു, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കട്ടെ. ആ സംസാരത്തിന് വേണ്ടി അവർ ആവേശത്തോടുകൂടെ അവർ കാത്തിരിക്കുകയാണ്. അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ് ഖുദ് ലി റബ്ബിക വ നഫ്സിക്. ഓ പ്രവാചകരെ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും നിങ്ങളുടെയും മീതെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് അള്ളാഹിന്റെ മീതെയും നിങ്ങളുടെ മീതെയും എന്തെല്ലാം നിർദ്ദേശങ്ങളാണോ ഞങ്ങൾക്ക് നൽകാനുള്ളത് അത് നിങ്ങൾ നൽകുക. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കാൻ ആരംഭിക്കുകയാണ്. അവർ ആവേശത്തോടുകൂടെ കാതുകൂർപ്പിച്ച് റസൂലുള്ളാഹിന്റെ ആ സംസാരം കേൾക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ സദസ്സിലുള്ള ഒരു 99% ആളുകളും അവരാദ്യമായിട്ടാണ് റസൂലുള്ളാഹിനെ ഈ ഒരു സന്ദർഭത്തിൽ കാണുന്നത്. റസൂലുള്ളാഹിന്റെ സംസാരം ആദ്യമായിട്ടാണ് അവർ ശ്രവിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരം ആരംഭിച്ചു. റസൂലുള്ളാഹി തന്റെ മനോഹരമായിട്ടുള്ള സ്വരത്തിൽ ഹംദും സ്വലാത്തെല്ലാം ചൊല്ലി പരിശുദ്ധ ഖുർആനെല്ലാം പാരായണം ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി പറഞ്ഞു, അസ്അലുക്കും ലി റബ്ബി അൻ തഅബുദൂഹു വലാ തുശ്രികൂ ബിഹി ഷൈഅ. അള്ളാഹിന്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്, അള്ളാഹുവിന്റെ കാര്യത്തിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കുക, അവനോട് യാതൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക. നമുക്കറിയാം,
സർവ്വസാധാരണമായിട്ട് ബിംബാരാധനയും ശിർക്കെല്ലാം നടമാടിയിരുന്ന ഒരു സമൂഹത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം നിങ്ങൾ വെടിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിച്ച് അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതാണ് അള്ളാഹിൻ്റെ മേലിൽ, അള്ളാഹിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്. ഇനി എൻ്റെ കാര്യത്തിൽ എനിക്ക് നൽകാനുള്ള നിർദ്ദേശം, എൻ്റെ കാര്യത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് വസ്അൽകും ലിനഫ്സി അം തംനഊനി മിമ്മാ തംനഊന മിൻഹു അബ്നാഅക്കും വനിസാഅക്കും. അതായത് നിങ്ങൾ നിങ്ങളെ സ്വയം സംരക്ഷിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ യത്രിബിൽ നിങ്ങൾ സ്ത്രീകളെയും നിങ്ങളുടെ സ്വന്തം സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം നിങ്ങൾ ഏത് വിധത്തിലാണോ കാത്തു സൂക്ഷിക്കുന്നത്, ഏത് വിധത്തിലാണോ അവരെ സംരക്ഷിക്കുന്നത്, അതേ രൂപത്തിൽ എന്നെയും എൻ്റെ അനുയായികളെയും നിങ്ങൾ സംരക്ഷിക്കാൻ സന്നദ്ധരാണോ? അതാണ് റസൂലുള്ളാഹിന്റെ ചോദ്യം. ആ ചോദ്യം റസൂലുള്ളാഹി സദസ്സിന്റെ മുന്നിലേക്ക് ഉന്നയിച്ച സന്ദർഭത്തിൽ സദസ്സിൽ നിന്നും ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു, കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ബറാ ഇബ്നു മഅറൂർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചാടി എഴുന്നേറ്റ് അദ്ദേഹം പറഞ്ഞു, വല്ലദീ ബഅസക്കൽ ഹഖ്, പ്രവാചകരെ നിങ്ങളെ പ്രവാചകനായിട്ട് നിയോഗിച്ചവനാണ് സത്യം, ഫലകദാലി, അത് ഞങ്ങൾ ഏറ്റു, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞങ്ങളെ ഭാര്യമാരെയും മക്കളെയും ഏതു രൂപത്തിലാണോ ഞങ്ങൾ സംരക്ഷിക്കുന്നത് അതേ രൂപത്തിൽ ഞങ്ങൾ സംരക്ഷിച്ചോളാം. എന്നിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് കൂട്ടിച്ചേർത്തു, നഹ്നു അബ്നാഇൽ ഹുറൂബ്, ഞങ്ങൾ രണസന്തതികളാണ്, ഞങ്ങൾ യുദ്ധത്തിന്റെ മക്കളാണ്, ഞങ്ങളെ പോരാട്ട വീര്യം എന്നുള്ളത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തലമുറയായിട്ട് ഞങ്ങൾക്ക് ആ യുദ്ധത്തിന്റെ ആ ഒരു പൈതൃകം, ആ ഒരു പാരമ്പര്യം ലഭിച്ച ആളുകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഒരാൾ നിങ്ങളുടെ മീതെ കൈവെക്കില്ല, നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ സംരക്ഷിക്കും. പൂർണ്ണമായിട്ടുള്ള സംരക്ഷണം നിങ്ങൾക്ക് ഞങ്ങൾ വാഗ്ദാനം ചെയ്യാൻ, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട, അതിന് ഞങ്ങൾ ഓക്കെയാണ്. അതല്ലാതെ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് നൽകേണ്ടത്? ഇപ്പോൾ നേരത്തെ ഒരു 12 അംഗ സംഘം ഒന്നാം അഖബ ഉടമ്പടിക്ക് വന്നതും അവർ റസൂലുള്ളാഹിന്റെ മീതെ കൈവച്ചുകൊണ്ട് ചില പ്രതിജ്ഞകൾ നൽകിയ സംഭവമല്ല ഇവർക്കറിയാം. അപ്പൊ അവർ ചോദിക്കാണ്, ഏത് കാര്യത്തിലാണ് ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് നൽകേണ്ടത്? അലാമാ നുബായിയുക യാ റസൂലുള്ളാഹ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ 2 കാര്യം നേരത്തെ പറഞ്ഞു, അള്ളാഹിനെ മാത്രം ആരാധിക്കുക, ഒന്നും പങ്കു ചേർക്കാതിരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു കുടുംബാംഗം പോലെ സംരക്ഷിക്കുക, 2 കാര്യങ്ങൾ. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു സാഹചര്യത്തിലും, അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ, ഏതൊരു സാഹചര്യത്തിലും സമ്പൂർണമായിട്ട് നിങ്ങൾ എന്നെ അനുസരിക്കണം. സമഅൻ വ ത്വഅ, സമ്പൂർണമായിട്ടുള്ള അനുസരണം. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അംറു ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ നിങ്ങൾ വിരോധിക്കുക. അതേപോലെ തന്നെ 5-ാമതായിട്ട് നിങ്ങൾ ഉസ്റിലും യുസ്റിലും, കഷ്ടപ്പാടിലും അതേപോലെ തന്നെ എളുപ്പത്തിലും ഒരേ രൂപത്തിൽ അള്ളാഹിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ നിങ്ങൾ സന്നദ്ധാവുക. അവസാനമായിട്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും ഏതൊരു ആക്ഷേപവും പരിഗണിക്കാതെ അള്ളാഹിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുക. ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ എനിക്ക് ബൈഅത്ത് നൽകേണ്ടത്. ആ സന്ദർഭത്തിൽ സദസ്സിലുള്ള അവർ ആവേശത്തോടുകൂടെ അവർ പറഞ്ഞു, ഫലകദാലിക്, അത് നിങ്ങൾക്കുണ്ട്, അതിന് ഞങ്ങൾ തയ്യാറാണ്. ആ യുവസമൂഹത്തിന്റെ ഈമാനികമായിട്ടുള്ള ചുറുചുറുക്ക, ധൃതിയെല്ലാം ആ സംസാരത്തിൽ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനെല്ലാം ഞങ്ങൾ സന്നദ്ധരാണ്. ആ സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചു, ഓ പ്രവാചകരെ, ഒരാൾ ചോദിക്കുകയാണ്, ഞങ്ങൾ ജീവൻ നൽകി നിങ്ങളെ സംരക്ഷിച്ച് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും പോലെ ഞങ്ങൾ സംരക്ഷിച്ചാൽ, അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയപ്പെട്ട അതെല്ലാം ഞങ്ങൾ അപ്പടി അനുസരിച്ചാൽ പകരം ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അതാണ് ചോദ്യം. ഇതെല്ലാം ഞങ്ങൾ നൽകി നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ സന്നദ്ധാവാണെങ്കിൽ എന്താണ് പകരം ഞങ്ങൾക്ക് ലഭിക്കുക? ആ സന്ദർഭത്തിൽ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റവാക്കിലുള്ള മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകി. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ലക്കുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ ഈ പറയപ്പെട്ടത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. സുബ്ഹാനല്ലാഹ്, അതായിരുന്നു അവർക്ക് വേണ്ടത്. ആ വാക്കായിരുന്നു അവർക്ക് കേൾക്കേണ്ടിയിരുന്നത്. കാരണം ലോകത്തുള്ള മറ്റെല്ലാ ചരക്കിനേക്കാൾ, അവിടെയുള്ള അധികാരത്തേക്കാൾ, പണത്തേക്കാളെല്ലാം വിലമതിക്കാനാകാത്ത വസ്തു, അല ഇന്ന സിൽഗത്തല്ലാഹി ഗാലിയ, അല ഇന്ന സിൽഗത്തല്ലാഹിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആ വിലമതിക്കാനാകാത്ത ചരക്ക്, അതായിരുന്നു അവർക്ക് വേണ്ടത്. അതല്ലാതെ ഈ ഭൂമിയിലുള്ള അധികാരമോ സമ്പത്തോ അതൊന്നും അവർ ലക്ഷ്യാക്കിയിരുന്നില്ല. ചിന്തിച്ചു നോക്കുക, മറ്റുള്ള ഇതര ഗോത്രങ്ങളിൽ നിന്ന് അവർക്കുണ്ടായിരുന്ന വ്യത്യാസം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലിയ സൗഭാഗ്യം അവർക്ക് നൽകിയത്. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഇതര ഗോത്രങ്ങളെ സമീപിച്ച സന്ദർഭത്തിൽ ബനു ആമിർ ബിൻ സഅസ ഗോത്രക്കാർ റസൂലുള്ളാഹിനോട് പറഞ്ഞത് വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും.
നിങ്ങളുടെ കാലശേഷം അധികാരം ഞങ്ങൾക്ക് നൽകുമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ മാത്രം അവരനുസരിക്കാമെന്ന് പറഞ്ഞു. അതേ സന്ദർഭത്തിൽ ബനു ഷൈബാൻ ഇബ്നു സഅലബ ഗോത്രക്കാർ ചില കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കാം, ചില കാര്യങ്ങൾ അത് സാധ്യമല്ല, ആ രൂപത്തിലുള്ള മറുപടിയായിരുന്നു അവരെല്ലാം നൽകിയത്. പക്ഷേ ഈ ഒരു വിഭാഗം ഐഹികമായിട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി മാത്രം, ആ സ്വർഗം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായം അവർ വാഗ്ദാനം ചെയ്യാണ്. സുബ്ഹാനല്ലാഹ്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറയപ്പെട്ട ആ ക്വാളിറ്റി അക്ഷരാർത്ഥത്തിൽ യത്രിബിലുള്ള അൻസാറുകളിലൂടെ പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയുടെ 111 വചനത്തിൽ മനോഹരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലുഹും ബിഅന്ന ലഹുമുൽ ജന്ന. വിശ്വാസികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദേഹവും അതേപോലെ തന്നെ അവരുടെ ധനവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയിരിക്കുന്നു. അതിന് എന്തിനു പകരം? ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗത്തിന് പകരം വിശ്വാസികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശരീരവും ധനവും അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിയെന്ന് പറയപ്പെട്ട ആയത്തിന് അക്ഷരാർത്ഥത്തിൽ ഈ റസൂലുള്ളാഹിന്റെ മുമ്പിലുണ്ടായിരുന്ന ആ സമൂഹം പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ആ സദസ്സ് ഒന്നടങ്കം ആ ബൈഅത്ത് നൽകാൻ സന്നദ്ധായി അവരതിലേക്ക് ധൃതിപ്പെട്ട സന്ദർഭത്തിൽ, അതിന് തൊട്ടു മുമ്പായിട്ട്, ആ ബൈഅത്ത് നൽകുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് ആ സദസ്സിൽ നിന്നും അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ഉയർന്നു വന്നു. ഒരാൾ എഴുന്നേറ്റുന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, ഇന്ന ബൈനന വ ബൈന അഖ്വാമിന ഹിബാൽ. ഓ പ്രവാചകരെ, ഞങ്ങളും ഞങ്ങളുടെ നാട്ടിലുള്ള ജനങ്ങൾക്കുമിടയിൽ ഞങ്ങൾ നിരവധി കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ജൂതന്മാരാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ജൂതന്മാരായിട്ട് നിരവധി കരാറുകളുണ്ട്. താങ്കൾക്ക് ഈ ബൈഅത്ത് നൽകുന്നതോടുകൂടെ ആ കരാറുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ദുർബലാവാൻ പോവാൻ, അല്ലെങ്കിൽ ഈ ബൈഅത്ത് വഴി അതെല്ലാം ദുർബലപ്പെടാൻ പോവാൻ. അതിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല, ഞങ്ങൾ അതിനെല്ലാം സന്നദ്ധാണ്. പക്ഷേ നിങ്ങൾ ഈ ബൈഅത്തെല്ലാം നിങ്ങൾക്ക് നൽകി, പ്രത്യേകം അടിവരയിടുക, ഈ ബൈഅത്തെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് നൽകി, അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചതിന് ശേഷം ഞങ്ങളുടെ സ്വന്തം ജനതയിൽ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ ഇനി തിരിച്ചു പോകുമോ? സുബ്ഹാനല്ലാഹ്. ഇതാണ് ചോദ്യം. ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവ് അബുൽ ഹൈസം ഇബ്നു തൈഹാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഭക്ഷണം കൊടുത്ത സംഭവമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതാണ്. അബുൽ ഹൈസം ഇബ്നു തൈഹാൻ റളിയല്ലാഹു അൻഹുവിന്റെ വല്ലാത്തൊരു ചോദ്യമാണ്. അതായത് ഈ കരാറ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് വരാൻ പോകുന്ന പരിണിത ഫലങ്ങളെ സംബന്ധിച്ചെല്ലാം ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ ആ ബൈഅത്ത് നൽകാൻ സന്നദ്ധാണ്. പക്ഷേ അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ആ ജനതക്കിടയിൽ അവിടെ താമസിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞങ്ങളെ വിട്ട് പോകില്ല എന്നുള്ളൊരു വാക്ക് നിങ്ങൾ നൽകണം. സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ളാഹിനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചിന്തിച്ചു നോക്കുക, ആ ചോദ്യത്തിൽ ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ഈമാൻ നോക്കുക. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം അതിജയിക്കും. അതായത് ഈ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹിനെ പുറത്താക്കാൻ ശ്രമിക്കുന്ന ആ ജനത റസൂലുള്ളാഹിന്റെ കാൽക്കീഴിലേക്ക് വരും. റസൂലുള്ളാഹിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച ബോധ്യം ആ സന്ദർഭത്തിൽ ആ സ്വഹാബിയുടെ സംസാരത്തിൽ പ്രതിഫലിക്കാൻ. അവരുടെ ഈമാൻ നോക്കുക. ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം പറയാം, തീർച്ചയായിട്ടും ആ വിജയം കൈവരിക്കുമെന്നുള്ള, അള്ളാഹിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യം. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത ഇഷ്ടം. ഒരിക്കലും ഇനി ഞങ്ങളെ വിട്ട് നിങ്ങൾ പോകരുത്. ആ ചോദ്യം കേട്ട സന്ദർഭത്തിൽ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി ഒരു വാക്ക് പറഞ്ഞു, ഭാഷയിലുള്ള ഒരു എക്സ്പ്രഷൻ. റസൂലുള്ളാഹി പറഞ്ഞു, വലിദ്ദമുദം വൽ ഹദ്മു ഹദം. റസൂലുള്ളാഹി പറഞ്ഞതാണ്, ഒരു ഭാഷാ പ്രയോഗമാണ്. അതായത് നമ്മുടെ മലയാളത്തിലെ അർത്ഥം, നിങ്ങളുടെ രക്തം എന്നുള്ളത് എൻ്റെ രക്തമാണ്, നിങ്ങളുടെ നാശം എൻ്റെ കൂടെ നാശമാണ്. ഇനി ആ രൂപത്തിലാണ്. അതായത് നമ്മൾ ഒന്നിച്ച് ജീവിച്ച് ഇനി ഒന്നിച്ച് മരിക്കും. അതാണ് ആ രൂപത്തിലുള്ള ഒരു പ്രയോഗമാണ്. സുബ്ഹാനല്ലാഹ്. അന മിൻകും വ അൻതും മിന്നി. ഞാൻ നിങ്ങൾ എൻ്റേതും ഞാൻ നിങ്ങളുടേതുമാണ്. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, ഉഹാരിബു മൻ ഹറബത്തും വ ഉസാലിമു മൻ സാലമത്തും. നിങ്ങൾ യുദ്ധം ചെയ്യുന്ന ആളുകളുമായിട്ടെല്ലാം ഞാനും യുദ്ധം ചെയ്യും, നിങ്ങൾ സന്ധി ചേരുന്ന ആളുകളുമായിട്ട് ഞാനും സന്ധി ചേരും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി നൽകിയ മറുപടിയാണ്. സുബ്ഹാനല്ലാഹ്. അതായത് ഞാൻ ഇനി മരണം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്നുള്ള വാക്ക് ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യത്രിബിൽ നിന്നും വന്ന ആ സംഘം അൻസാറുകൾക്ക് റസൂലുള്ളാഹി നൽകുകയാണ്. റസൂലുള്ളാഹി വാക്ക് പാലിച്ച രൂപം നമുക്കറിയാം. അവസാനം ഈ ഒരു ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ പുറത്താക്കിയ നാട് കാൽക്കീഴിൽ വന്ന് മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട റസൂലുള്ള ജനിച്ച നാട്, റസൂലുള്ളാഹിന്റെ നാടും നാട്ടുകാരും വീടും അതെല്ലാം മുന്നിലുണ്ടായിട്ടും ആ ഫതഹ് മക്കയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോടൊപ്പം മദീനയിലേക്ക് മടങ്ങുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടത്. അവിടെ റസൂലുള്ള അവരോടൊപ്പം ജീവിച്ച് അവിടെ തന്നെ വഫാത്തായി റസൂലുള്ളാഹിന്റെ പുണ്യ ഖബർ ഇന്നും മദീനയിലാണ് നമ്മൾ കാണാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയ വാക്കായിരുന്നു. അത്രയേറെ അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട ഒരു ഹദീസിൽ ഹുനൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വികാര നിർഭരമായിട്ടുള്ള ഒരു സംഭവം ഹുനൈൻ യുദ്ധ സന്ദർഭത്തിൽ അരങ്ങേറുന്നുണ്ട്. ആ സംഭവം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ മാത്രം വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലോകത്തുള്ള ആളുകൾ മുഴുവൻ ഒരു വഴി തെരഞ്ഞെടുത്ത് അൻസാറുകളായിട്ടുള്ള നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ നിങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിലും അൻസാറുകളോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ അവരെ സ്നേഹിച്ചു. സ്വഹീൽ ബുഖാരിയിൽ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. അൻസാറുകളോടുള്ള സ്നേഹം എന്നുള്ളത് അത് വിശ്വാസത്തിന്റെ ഈമാന്റെ അടയാളാണ്. ആയത്തുൽ നിഫാഖി ബുഅ്ദുൽ അൻസാർ, അതായത് കപട വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ അവരോടുള്ള വെറുപ്പ് എന്നുള്ളത് കാപട്യത്തിന്റെ ലക്ഷണമാണ്. സുബ്ഹാനല്ലാഹ് റസൂലുള്ളാഹി പറഞ്ഞാണ്. സ്വഹീഹായിട്ടുള്ള ഹദീസ്, സ്വഹീൽ ബുഖാരിയിലുള്ള ഹദീസാണ്. നമ്മൾ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത അൻസാറുകളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ കാണിച്ച സ്നേഹത്തിന്റെ പുറത്താണ്. അത്രയേറെ റസൂലുള്ളാഹിനെ അവർ ആ നിർണായക സന്ദർഭത്തിൽ അവർ സംരക്ഷിക്കാൻ സന്നദ്ധമാണ്. അപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഒരു മകന് ഏതെങ്കിലും വിദേശത്ത് പോയൊരു പ്രതിസന്ധി സന്ദർഭത്തിൽ ഏതെങ്കിലും ആളുകൾ അവനെ സഹായിക്കുന്നുണ്ടെങ്കിൽ, അവനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മുടെ അഭാവത്തിൽ അവിടെ സംരക്ഷിച്ച ആളുകളെ നമ്മൾ അവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും അങ്ങേയറ്റം നമ്മൾ അവരെ സ്നേഹിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതേ രൂപത്തിൽ നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നിർണായക ഘട്ടത്തിൽ റസൂലുള്ളാഹിനെ സഹായിച്ച് റസൂലുള്ളാഹിനെ ഏറ്റെടുത്ത ആ ജനവിഭാഗം അവരെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സുബ്ഹാനല്ലാഹ്. ആ സദസ്സ് മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിജ്ഞ നൽകാൻ വേണ്ടി അവർ ആവേശത്തോടു കൂടി അവർ ധൃതി കാണിക്കാൻ. ഏതൊക്കെ കാര്യത്തിലാണ് ബൈഅത്ത് നൽകേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് പാലിക്കുകയാണെങ്കിൽ അവർക്ക് പകരം റസൂലുള്ളാഹി ഓഫർ ചെയ്തത് സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിന്റെ പാതയിൽ അവർ മത്സരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സദസ്സ് മുഴുവൻ എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ കൈകളിലേക്ക് സദസ്സിൽ നിന്നും മറ്റാരെങ്കിലും കൈവെക്കുന്നതിന് മുമ്പ് ഒരാൾ ചാടിക്കയറി റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചു. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഉദ്ധരണിയിൽ കാണാൻ സാധിക്കും, സദസ്സിൽ നിന്നും അബ്ബാസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. ഖസ്റജിൽ ബനൂ സാലിം ഗോത്രത്തിൽപ്പെട്ട പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബിയാണ്. അദ്ദേഹം ആദ്യം തന്നെ ചാടി റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, ആ സദസ്സിനോട് പറഞ്ഞു, റുബൈദൻ യാ അഹ്ല യത്രിബ്, യത്രിബുകാർ അവിടെ നിൽക്ക്, ബൈഅത്ത് നൽകാൻ വരട്ടെ. അവസാനമായിട്ട് ചില കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്, അതുകൂടെ നിങ്ങൾ കേൾക്കുക. അദ്ദേഹം ആ സദസ്സിനെ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം, അതല്ലെങ്കിൽ അത് നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള ആ സമർപ്പണ ബോധത്തെ സംബന്ധിച്ച് അവസാനമായിട്ട് ആ സദസ്സിനെ ഒരിക്കൽ കൂടെ അദ്ദേഹം ഉണർത്തുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന പ്രതിജ്ഞയുടെ ഗൗരവം എത്രത്തോളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പ്രതിജ്ഞ നിങ്ങൾ റസൂലുള്ളാഹിക്ക് നൽകുന്നതോടുകൂടെ മൊത്തം അറബികളുമായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ ചുമന്നവരും കറുത്തവരുമായിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് നിങ്ങൾ നൽകാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ബോധ്യം വേണം. ഈ പ്രതിജ്ഞയുടെ പേരിൽ ഒരുപക്ഷെ നിങ്ങളുടെ മുഴുവൻ സമ്പത്തും ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ പിതാക്കൾക്ക് സന്താനത്തെ നഷ്ടപ്പെട്ടേക്കാം, നിങ്ങളുടെ കുട്ടികൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടേക്കാം, നിങ്ങളുടെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട് അവർ വിധവകളായേക്കാം. അപ്പം അതെല്ലാം ഇത്തരത്തിലുള്ള പരിണിത ഫലങ്ങളെല്ലാം ഒരുപക്ഷെ ഏറ്റുവാങ്ങേണ്ടി വരും. അതിനെ സംബന്ധിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം ആ പ്രതിജ്ഞ നിങ്ങൾ നൽകുക. എന്നിട്ട് അദ്ദേഹം പ്രത്യേകമായിട്ട് പറഞ്ഞു, വല്ലാഹി അത് തന്നെയാണ് ഉത്തമം. എന്ത് നമ്മൾ ഈ മാർഗത്തിൽ സഹിച്ചാലും വല്ലാഹി ഈ പ്രതിജ്ഞ നൽകുന്നതാണ് ഉത്തമം. അതാണ് നമുക്ക് കാരണം ലഭിക്കാൻ പോകുന്ന ചരക്ക് എന്നുള്ളത് അതിനേക്കാൾ വിലമതിക്കാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അതായത് ഈ കരാറ് പ്രതിജ്ഞ നൽകിയിട്ട് അത് യഥാക്രമം നിറവേറ്റാൻ കഴിയില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ പിന്മാറുക. ഈ ഒരു സന്ദർഭത്തിൽ പിന്മാറുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്നേക്കാം. പക്ഷേ പ്രതിജ്ഞ നൽകിയതിന് ശേഷം അത് നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തുന്നത് വലിയ പാപമായിട്ട് മാറും. അത്തരത്തിലൊരു പാപത്തേക്കാൾ നല്ലത് പ്രതിജ്ഞ നൽകാതെ പിന്മാറുന്നതാണ്. അപ്പം നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം ആ പ്രതിജ്ഞക്ക് മുന്നോട്ട് വരിക. അവസാനമായിട്ട് ആ സദസ്സിന് അദ്ദേഹം ഒരു ഉണർത്തൽ നൽകുകയാണ്.
ഇപ്പം ഈമാന്റെ ആവേശത്തിൽ നിൽക്കുന്ന ആ യുവജനത, ധൃതി കാണിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ജനതയോട് ഈ ഒരു സന്ദർഭത്തിലാണ് അദ്ദേഹം ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. അവർ പറഞ്ഞു, നിങ്ങളൊന്ന് മാറി നിൽക്കുക, ഓ പ്രവാചകരെ നിങ്ങളുടെ കൈ നിങ്ങൾ നീട്ടുക. അവർ റസൂലുള്ളാഹിന്റെ പ്രവാചകരെ കൈയൊന്ന് നീട്ടുക. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ആ പരിശുദ്ധമായിട്ടുള്ള കരങ്ങൾ അവർക്ക് നേരെ നീട്ടി. ആ സദസ്സിലുള്ള ഓരോ ആളുകളും 73 ആളുകളും ഓരോരുത്തരായിട്ട് വന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈവച്ച് അവർ ആ പ്രതിജ്ഞ ഏറ്റുചൊല്ലി. റസൂലുള്ളാഹി ചൊല്ലിക്കൊടുത്തു, അവർ ഏറ്റുചൊല്ലി. സുബ്ഹാനല്ലാഹ്. ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രസിദ്ധരായിട്ടുള്ള അൻസാറുകളിൽപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള സ്വഹാബികൾ അസ്അദ് ബിൻ സുറാറ, അതേപോലെ തന്നെ ഉസൈദ് ബിൻ ഹുദൈർ, സഅദ് ബിൻ മുആദ്, അതേപോലെ തന്നെ അബുൽ ഹൈസം ഇബ്നു തൈഹാൻ, ജാബിർ ബിൻ അബ്ദുല്ല, കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ ഹറാം, അബൂ ജാബിർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, ഈ മുഴുവൻ പ്രസിദ്ധരായിട്ടുള്ള ഈ ആളുകൾ അടങ്ങുന്ന ആ സംഘം ഓരോരുത്തരായിട്ട് വന്ന് റസൂലുള്ളാഹിന്റെ കയ്യിൽ കൈവച്ച് അവർ റസൂലുള്ളാഹിക്ക് ബൈഅത്ത് നൽകുകയാണ്. 75 ആളിൽ 73 പുരുഷന്മാരും ബൈഅത്ത് നൽകി. അവസാനം 2 സ്ത്രീകളുണ്ടായിരുന്ന പ്രത്യേകം നേരത്തെ പറഞ്ഞു. ആ 2 സ്ത്രീകളുടെ ഊഴമെത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി കൈയെടുത്തു. അവർക്ക് റസൂലുള്ളാഹി നാവ് കൊണ്ട് അത് ചൊല്ലിക്കൊടുത്ത് അവർ ഏറ്റുചൊല്ലി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഹദീസ് ചേർത്ത് വെക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന റസൂലുള്ളാഹി ജീവിതത്തിൽ ഒരിക്കൽ പോലും റസൂലുള്ളാഹി ഒരു അന്യ സ്ത്രീയെ റസൂലുള്ളാഹി സ്പർശിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം അവർ ഈ സന്ദർഭത്തിൽ നൽകിയ ബൈഅത്ത് അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ 2ാം അഖബ ഉടമ്പടി, ബൈഅത്തുൽ അഖബത്തി സാനി എന്നുള്ള പേരിൽ പ്രസിദ്ധമായി തീർന്നത്. 2ാം അഖബ ഉടമ്പടി. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ 2ാം അഖബ ഉടമ്പടിയിലൂടെ അവർ കരാറ് നൽകിയത് റസൂലുള്ളാഹിനെ സംരക്ഷിക്കുമെന്നുള്ളതാണ്. അതായത് ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അവർ സംരക്ഷിക്കും, ഞങ്ങളുടെ കുടുംബത്തെ പോലെ ഞങ്ങൾ സംരക്ഷിക്കും. ഡിഫൻസ് ആണ് കരാറുള്ളത്, പ്രത്യേകം ഓർത്തു വെക്കുക. അതേ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള ആളുകളിലേക്ക് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഒഫൻസ് കരാറിലില്ല. പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കുക. ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയാനുള്ള കാരണം, ഹിജറയ്ക്ക് ശേഷം ഉടൻ തന്നെ അരങ്ങേറാനിരിക്കുന്ന ബദറിന്റെ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളെ വിളിച്ച് പ്രത്യേകം റസൂലുള്ളാഹി ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ആ സന്ദർഭത്തിൽ ഇൻഷാ അല്ലാഹ് ഈ 2ാം അഖബ ഉടമ്പടി ആ സന്ദർഭത്തിൽ ഞാൻ ഉദ്ധരിക്കും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ കരാറിന്റെ നിബന്ധനകൾ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 73 പുരുഷന്മാരും 2 സ്ത്രീകളെയും ആ കൂട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ 2 സ്ത്രീകളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഒന്നാമത്തെ സ്ത്രീ നസീബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ. നസീബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ അവരുടെ കുനിയ ഉമ്മു അമ്മാറ എന്നുള്ള കുനിയയിലാണ് അവർ പ്രസിദ്ധമാകുന്നത്. അതേപോലെ തന്നെ 2ാമത്തെ സ്ത്രീ അസ്മാ ബിൻത്ത് അംർ റളിയല്ലാഹു അൻഹ, ഉമ്മു മനി എന്നുള്ള പേരിൽ. അവർ യഥാർത്ഥത്തിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവായിരുന്നു. അതിൽ ആദ്യം പറയപ്പെട്ട നസീബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ അവർ പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ള സ്വഹാബിയായിട്ട് മാറുന്നുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹിനോടൊപ്പം നിരവധി യുദ്ധങ്ങളിൽ പോലും അവർ പങ്കെടുത്തതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിർണായകമായിട്ടുള്ള സന്ദർഭത്തിൽ ഉഹദിന്റെ രണാങ്കണത്തിൽ ധീരമായിട്ട് അവർ പോരാടി റസൂലുള്ളാഹിനെ സംരക്ഷിച്ച് 12ഓളം മുറിവുകൾ ഉഹദിന്റെ രണാങ്കണത്തിൽ അവർ ഏറ്റുവാങ്ങി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതേപോലെ തന്നെ ഹുനൈൻ യുദ്ധത്തിലും യമാമ യുദ്ധത്തിലും പിന്നീട് അങ്ങോട്ട് മുസൈലിമുമായിട്ടുള്ള യുദ്ധത്തിലെല്ലാം അവർ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. അവരുടെ 2 മക്കൾ ഹബീബ്, അബ്ദുള്ള എന്നറിയപ്പെടുന്ന 2 സന്താനങ്ങൾ അവരുണ്ടായി. അവരും ഇതേ രൂപത്തിൽ യുദ്ധരംഗങ്ങളിൽ സജീവമായിട്ട് പിന്നീട് ഷഹീദാകുന്ന ചരിത്രമെല്ലാം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നസീബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹ. ചിന്തിച്ചു നോക്ക്. അതായത് ഇത്രയും നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങേയറ്റം സുപ്രധാനമായിട്ടൊരു ഭാഗമാണ് 2ാം അഖബ ഉടമ്പടി. കാരണം പിന്നീട് അങ്ങോട്ടുള്ള ഫുതൂഹുകൾ, ഓരോ വിജയങ്ങളുടെ എല്ലാം തുടക്കം, ആ ടേണിംഗ് പോയിന്റാണ് യഥാർത്ഥത്തിൽ ഈ 2ാം അഖബ ഉടമ്പടി. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. ആ നിർണായക സന്ദർഭത്തിൽ പോലും സ്ത്രീകളുടെ പ്രാതിനിധ്യമാണ് നമ്മൾ കാണുന്നത്. പല സന്ദർഭത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇതേ രൂപത്തിൽ സ്ത്രീകളെ തളച്ചിടുന്ന മതം ഇതേ രൂപത്തിലെല്ലാം ആരോപിക്കാറുണ്ട്. ചിന്തിച്ചു നോക്കുക. യുദ്ധരംഗത്ത് അവരെ അതേപോലെ തന്നെ പിന്നീട് വിജ്ഞാന രംഗത്തെല്ലാം ആയിഷ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നമുക്കറിയാം റസൂലുള്ളാഹിന്റെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ അവരെത്രത്തോളം ഹദീസുകളാണ് ഈ രംഗത്ത് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിരവധി സ്ത്രീ രത്നങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലുള്ള പണ്ഡിത വനിതകളെ സംബന്ധിച്ച് മാത്രം നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ആധുനിക കാലത്തുള്ള ചില പണ്ഡിതന്മാർ തന്നെ, ഷെയ്ഖ് അക്രം നദ്വി ഹഫിളഹുല്ല, അദ്ദേഹം അൽ മുഹദ്ദിസാത്ത് എന്നറിയപ്പെടുന്ന ഒരു ഗ്രന്ഥം, 40 വോള്യങ്ങളുള്ള ഗ്രന്ഥം, അതായത് ഇസ്ലാമിക ചരിത്രത്തിലുള്ള പണ്ഡിത സ്ത്രീകളെ സംബന്ധിച്ച് അത് മാത്രം കളക്ട് ചെയ്തിട്ട് പണ്ഡിത വനിതകളെ സംബന്ധിച്ച് രചിക്കപ്പെട്ട രചനകൾ പോലും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള.
അപ്പോൾ സ്ത്രീകളെ 4 ചുമരിനുള്ളിൽ തളച്ചിടുന്നൊരു മതമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും നിഷേധിക്കപ്പെട്ട ഇതേ രൂപത്തിലുള്ള ഒരു അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ പല സന്ദർഭത്തിലും, വസ്തുതയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങൾ പല സന്ദർഭത്തിലും ശത്രുക്കൾ നമുക്കെതിരെ ഉന്നയിക്കാറുണ്ട്. അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ലെന്ന് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സീറ നമ്മൾ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പം മുഴുവൻ ആളുകൾ 75-73 പുരുഷന്മാരും ആ 2 സ്ത്രീകളടക്കം റസൂലുള്ളാഹിക്ക് ആ ബൈഅത്ത് നൽകി എന്നുള്ള. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ നിന്നും 12 ആളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തു. ആ 75-ൽ നിന്നും 12 ആളുകൾക്ക് റസൂലുള്ള പ്രത്യേകം തിരഞ്ഞെടുത്ത് അവർക്ക് ഈ ദൗത്യം നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു. 9 ആളുകളെ റസൂലുള്ള ഖസ്റജ് ഗോത്രത്തിൽ നിന്നും 3 ആളുകളെ ഔസ് ഗോത്രത്തിൽ നിന്നാണ് റസൂലുള്ള തിരഞ്ഞെടുത്തത്. അതുപോലും മനോഹരമാണ്. കാരണം ഔസ് എന്നുള്ളത് ഖസ്റജ് ഗോത്രം ഔസിനേക്കാൾ 3 മടങ്ങ് വലുപ്പമുള്ള ഗോത്രമാണ്. അപ്പോൾ റസൂലുള്ള കൃത്യമായിട്ട് 9 ആളുകളെ ഖസ്റജിൽ നിന്നും 3 ആളുകൾ ഔസ് ഗോത്രത്തിൽ നിന്നും റസൂലുള്ള പ്രത്യേകമായിട്ട് ആ 12 ആളുകൾ അതിനു വേണ്ടി അവരുടെ ചുമതല ഏൽപ്പിച്ചു എന്നതാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയും ചെയ്തു, നിങ്ങൾ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ആ 12 ആളുകൾ റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹവാരികളെ പോലെയാണ്. നിങ്ങൾക്കാണ് ഈ ജനതയുടെ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നെല്ലാം റസൂലുള്ള അവരെ ഏൽപ്പിച്ചു. ആ ഒരു ഉത്തരവാദിത്തം അവരെ നൽകിക്കൊണ്ടാണ് റസൂലുള്ള ആ ഒരു കരാർ അവസാനിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. ഈ കരാർ പൂർത്തിയായ സന്ദർഭത്തിൽ സീറത്ത് ഇബ്നു ഹിശാമിൽ വായിക്കാൻ സാധിക്കും, അഖബ താഴ്വരയിൽ ഒരു വലിയ അട്ടഹാസം അവിടെയുള്ള മുഴുവൻ ആളുകളും കേട്ടു എന്നുള്ളതാണ്. ആ അട്ടഹാസം യഥാർത്ഥത്തിൽ പിശാച് ലഅനഹുള്ളയുടേതായിരുന്നു. നമുക്കറിയാം, പിശാച് അദൃശ്യ സൃഷ്ടിയാണ്. സത്യത്തിന്റെ വളർച്ച എല്ലാ അർത്ഥത്തിലും പിശാച് അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. നിരന്തരം ജനങ്ങളെ ദുർബോധനങ്ങൾ നൽകി ആ ശരിയായിട്ടുള്ള പാതയിൽ നിന്നും വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് നിരന്തരം പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അഖബ ഉടമ്പടി എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവാണ്. അതായത് ഇസ്ലാമിക ചരിത്രം വഴിമാറാൻ പോവാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലുള്ള സത്യം വളരാൻ പോവാണ്. അത് പിശാച് ലഅനഹുള്ള മനസ്സിലാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സത്യത്തിന്റെ വളർച്ച എന്നുള്ളത് പിശാച് ലഅനഹുള്ള അങ്ങേയറ്റം ഭയപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള ബുദ്ധിമുട്ട്, അതിന്റെ അമർഷം പിശാച് അലറിലൂടെ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിശാച് അലറി വിളിച്ചത്, യാ അഹ്ലൽ ജബാജിബ് ഹല്ലക്കും ഫീ മുദമ്മമിൻ വസ്സുബാതു മഅഹു ഖദ് ജിതമഉ അലാ ഹർബിക്കും. പിശാച് പറഞ്ഞതാണ്, ടെന്റിലുള്ള ആളുകളെ, മുഹമ്മദും സംഘവും എന്നല്ല, പിശാച് ലഅനഹുള്ള പറഞ്ഞത് മുദമ്മമും സംഘവും. നഊദു ബില്ലാഹ്. മുദമ്മം എന്നുള്ള പദത്തിനർത്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പദത്തിന്റെ നേർവിരുദ്ധ അർത്ഥത്തിലാണ് മുദമ്മം എന്നുള്ള പദം വന്നു ചേരുന്നത്. നഊദു ബില്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും നിങ്ങൾക്കെതിരെ ഇതാ യുദ്ധത്തിന് വേണ്ടി പദ്ധതി ഒരുക്കുന്നുണ്ടെന്ന് ഉറക്കെ പിശാച് ലഅനഹുള്ള അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയാണ്. പ്രത്യേകം മനസ്സിലാക്കുക, നമുക്കറിയാം പിശാച് അദൃശ്യ സൃഷ്ടിയാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് സത്യത്തിന്റെ വളർച്ചയിലുള്ള അമർഷം കാരണം പിശാച് ദൃശ്യലോകത്തേക്ക് വന്ന് തന്റെ അമർഷം വെളിവാക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല, മുന്നോട്ടുള്ള ചരിത്രത്തിൽ, ബദറിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം പിശാച് ലഅനഹുള്ള മനുഷ്യരൂപത്തിൽ കടന്നു വന്നതായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ പേര് അത് വിരുദ്ധ അർത്ഥത്തിലാണ് നഊദു ബില്ലാഹ് പിശാച് ലഅനഹുള്ള ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ മുദമ്മമു വസ്സുബാതു മഅഹു, റസൂലുള്ളാഹിന്റെ അനുയായികളെ പിശാച് ലഅനഹുള്ള വിശേഷിപ്പിച്ചത് സുബാത്ത് എന്നുള്ള പദം കൊണ്ടാണ്. സ്വാബിഊൻ എന്നുള്ള പദം നമുക്കറിയാം, അറബികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കിയിരിക്കുക. അവിടെ ഉണ്ടായിരുന്ന അക്കാലഘട്ടത്തെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പാരമ്പര്യ മതം ഉപേക്ഷിക്കുന്ന ഏതൊരാളെയും ജനറലായിട്ട് അവർ സ്വാബി എന്നാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, മക്കയിൽ ഖുറൈശികളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ അവർ ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിന്റെ അനുയായികളാകുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ ഖദ് സ്വബ എന്നാണ് അവർ ഉപയോഗിച്ചത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ കണ്ടു. അതേ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദം ഉപയോഗിക്കുന്നുണ്ട്. മൊത്തം ഖുർആനിൽ 3 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാബിഊൻ എന്നുള്ള പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയുടെ 26-ാമത്തെ വചനത്തിൽ ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസ്വാറ വസ്വാബിഊൻ, അവിടെയും അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ മാഇദയിലും 3 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാബിഊൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അത് മറ്റൊരു അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു വിഭാഗം ജനങ്ങളെ കുറിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാബിഊൻ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ഇന്നും നിലനിൽക്കുന്ന വളരെ ന്യൂനപക്ഷം വരുന്ന ഒരു മതവിഭാഗമുണ്ട്. 3-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന ഒരു മതവിഭാഗം, യേശുവിനെല്ലാം മുമ്പ്. അവർ യഥാർത്ഥത്തിൽ ഷീത്ത് അലൈഹിസ്സലാത്തു വസ്സലാം, അതായത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനായിരുന്ന ഷീത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അനുയായികളാണെന്നാണ് അവർ വാദിക്കുന്നത്. അവരിന്നും നമുക്കറിയാം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അവർക്ക്
ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ അവർ നമ്മളെപ്പോലെ ശരീഅത്ത്, ത്വഹാറ, ശുദ്ധി, നമ്മൾ ജനാബത്തെല്ലാം വന്നാൽ ശുദ്ധിയാക്കുക, അതേ രൂപത്തിലുള്ള നിയമങ്ങൾ അവർക്കുണ്ട്. അതേപോലെ തന്നെ പന്നി മാംസം അവർക്ക് ഹറാമാണ്. പല ആളുകൾ ഈ നദിക്കരയിലാണ് പ്രധാനമായിട്ട് അവർ ജീവിക്കാറുള്ളത്, നദിയുടെ കരയിൽ. ഇപ്പോൾ ഇറാഖിലെല്ലാം, ഇറാഖിൻ്റെയും ഇറാൻ്റെയും ബോർഡറിലാണ് അവർ ഉത്ഭവിക്കുന്നത്, മെസപ്പൊട്ടോമിയ ആ ഒരു ഭാഗത്ത്. പിന്നീട് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വന്ന സന്ദർഭത്തിൽ അവർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കെല്ലാം അവർ പലായനം ചെയ്തു. ഇന്ന് ലോകത്ത് 30,000-ൽ താഴെ വരുന്ന ന്യൂനപക്ഷമായിട്ടൊരു മതവിഭാഗമായിട്ട് സ്വാബിഊൻ എന്നറിയപ്പെടുന്ന വിഭാഗത്തെ ലോകത്ത് കാണാൻ സാധിക്കും. ആധുനിക ലോകത്ത് അൽ മന്ദാഇയൂൻ, മാൻഡിയൻസ് എന്നുള്ള പേരിലാണ് അവർ അറിയപ്പെടുന്നത്. നിങ്ങൾ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ നിരവധി ഡോക്യുമെൻ്ററികളിലെല്ലാം ഈ വിഭാഗത്തെ സംബന്ധിച്ച് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയപ്പെടുന്ന സ്വാബിഊൻ എന്നുള്ളത് ഈ ഒരു വിഭാഗമാണ്. പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. ആ സന്ദർഭത്തിൽ പിശാച് ലഅനഹുല്ലാ അവിടെ വെച്ചുകൊണ്ട് അലറി. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഹാദാ ഇബ്നു ഉസൈബ്, അതായത് ആ പിശാച് ലഅനഹുല്ലാ അഖബ താഴ്വരയിലുള്ള പിശാചാണ് ഇവിടെ അട്ടഹസിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ശത്രുവേ, അമാ വല്ലാഹി ലഅഫ്റുഗന്ന ലക, തീർച്ചയായിട്ടും ഞാൻ നിന്നോട് ഡീൽ ചെയ്യുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് വിളിച്ചു പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പ്രതികരിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും പിശാചിന്റെ അട്ടഹാസം അത് മറ്റുള്ള ആളുകളെല്ലാം കേൾക്കുമാർ അത്യുച്ചത്തിലാണ് പിശാച് അലറിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മറ്റുള്ള ആളുകൾ കേട്ടുകഴിഞ്ഞാൽ അവർ പിറ്റേ ദിവസം അവരെ തേടിയെത്തും. അത് വലിയ പ്രയാസങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർ നമ്മളെ തേടിയെത്തുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് പോയി അവരെ കഥ കഴിച്ചാലോ, ആ രൂപത്തിൽ ചില ആളുകൾ ചിന്തിക്കാണ്. കൂട്ടത്തിൽ നിന്നും അബ്ബാസ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, നേരത്തെ ഞാൻ പറഞ്ഞു, അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങൾ 70ഓളം ആളുകളുണ്ട്, 70ഓളം നല്ല ധീരതയുള്ള നല്ല യുദ്ധപരിചയമുള്ള ആളുകളാണ് ഞങ്ങൾ. അപ്പം അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളൊരു കൽപ്പന ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ, ഒരു ഓർഡർ നിങ്ങൾ നൽകുകയാണെങ്കിൽ, ഈ രാത്രി തന്നെ പോയിട്ട് മൊത്തം മീനാ നിവാസികളെ ഞങ്ങൾ വകവരുത്തിക്കോളാം, അവരെ മുഴുവൻ ഞങ്ങൾ ശരിയായിക്കോളാം, ജസ്റ്റ് ഒരു കൽപ്പന മാത്രം നിങ്ങൾ നൽകിയാൽ മതി. ആ രൂപത്തിൽ അബ്ബാസ് ബിൻ ഉബാദ റസൂലുള്ളാഹിനോട് പറയാം. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം 10-13 വർഷമായിട്ട് തങ്ങളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ജനതയോട് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം, അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സംഘം ആളുകൾ ജസ്റ്റ് റസൂലുള്ളാഹിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പക്ഷേ ആ സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ആലമീനായിട്ടുള്ള റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നാ ലം നുഅ്മർ ബിദാലിക്, എന്നോട് ആ രൂപത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പ്രവൃത്തി അതല്ല നമ്മുടെ മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ, അതായത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ നിങ്ങൾ അതേ രൂപത്തിലുള്ളൊരു കൽപ്പന എനിക്ക് നൽകിയിട്ടില്ല, അതല്ല നമ്മുടെ മതം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇതേ രൂപത്തിൽ തെറ്റായിട്ടൊന്നും ചിന്തിക്കാതെ ഉടനെ തന്നെ ഇർഫല്ലു ഇലാ റിഹാലിക്കും, ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെന്റിലേക്ക് പോവുക. നിങ്ങളുടെ ടെന്റിൽ ഇനി കൂടുതൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, മറ്റുള്ള ആളുകൾ അറിഞ്ഞാൽ അപകടമാണ്. റസൂലുള്ളാഹി ഉടനെ തന്നെ അവരോട് തിരിച്ചു പോകാൻ വേണ്ടി കൽപ്പിക്കുന്നു. അവർ മുഴുവൻ ടെന്റിലേക്ക് പോവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി. അന്നത്തെ ദിവസം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രഭാതായ സന്ദർഭത്തിൽ തലേ ദിവസം രാത്രിയുടെ മറവിൽ നടന്ന അത്തരത്തിലുള്ളൊരു കരാറിനെ സംബന്ധിച്ച് ചില പദ്ധതികൾ എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്നുള്ളൊരു കിംവദന്തി ആ സമൂഹത്തിലുടനീളം ആ വാർത്ത പടർന്നു. സ്വാഭാവികമാണ്, കാരണം ആ രൂപത്തിലെല്ലാം അട്ടഹാസവും മറ്റുള്ള ആളുകൾ കേട്ടതാണ്. അത് ഖുറൈശികളുടെ ചെവിയിലെത്തി. ഖുറൈശികൾ അങ്ങേയറ്റം അസ്വസ്ഥമായിട്ട്, ആരാണ് അത് നടത്തിയത്, ആരെല്ലാമാണ് അതിൽ സംഗമിച്ചത്, അതൊന്നും ഖുറൈശികൾക്ക് കൃത്യമായിട്ട് യാതൊരു അറിവുമില്ല. അപ്പം അതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഖുറൈശികൾ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. അവർ മീനയിലുള്ള ഓരോ ടെന്റിലും ഖുറൈശി പോലീസുമാർ കയറി ഇറങ്ങാൻ തുടങ്ങി. അവർ മുഴുവൻ ആളുകളെയും ശക്തമായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ ഓരോ ടെന്റും കയറി ഇറങ്ങി അവസാനം അഖബയിലുള്ള ഖസ്റജുകാർ, യത്രിബുകാരുടെ ടെന്റിലേക്ക് അവർ പ്രവേശിച്ചു. യത്രിബുകാരുടെ ടെന്റിൽ പ്രവേശിച്ച് അവർ ശക്തമായിട്ട് ഈ ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ രസകരമായിട്ടുള്ള കാര്യം, അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകളാണ് മറുപടി പറഞ്ഞത്. അവർ പറഞ്ഞു, വല്ലാഹി ഈ ടെന്റിൽ നിന്നും ഒരാളും ഇന്നലെ രാത്രി പുറത്തു പോയിട്ടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയേണ്ടതാണ്. ആ രൂപത്തിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ മറുപടി പറഞ്ഞു. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മൗനം അവലംബിച്ചു. അവസാനം ഈ ഖുറൈശി സംഘം പോകുന്ന സന്ദർഭത്തിൽ ആ ടെന്റിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂൽ ലഅനഹുല്ലാഹ്, പിൻകാലത്ത് മുനാഫിക്കളുടെ നേതാവായിട്ട് കടന്നു വരാൻ പോകുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഇവരുടെ നേതാവ്, ഞാനാണ് അവരുടെ സയ്യിദ്, എന്നോട് കൂടി ആലോചിക്കാതെ ഈ ടെന്റിൽ ഒരാളും ഒന്നും ചെയ്യില്ല, എന്നോട് ആലോചിച്ചിട്ട് അവർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഈ ടെന്റിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അറിയും, എൻ്റെ അറിവോട് കൂടെ മാത്രമേ നടക്കുകയുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം, ഇവിടെ അത്തരത്തിൽ ആരും പുറത്തു പോയിട്ടില്ല എന്നെല്ലാം അദ്ദേഹം ഖുറൈശികളെ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്നുള്ള. പക്ഷേ ഖുറൈശികൾ തിരിച്ചുപോയെങ്കിലും അവരുടെ സംശയം മാറിയിട്ടുണ്ടായിരുന്നില്ല. അവർ വളരെ ഊർജിതമായിട്ട് അന്വേഷണം ആരംഭിച്ചു. അവസാനം
തലേ ദിവസം രാത്രി അത്തരത്തിലൊരു സംഭവം നടന്നതായിട്ടും അതിൽ യത്രിബുകാരായിട്ടുള്ള ആളുകളാണ് പങ്കെടുത്തതെന്നും ഖുറൈശികൾക്ക് വിവരം ലഭിച്ചു. ആ വിവരം ലഭിച്ച ഉടനെ തന്നെ അവർ വീണ്ടും ആ അഖബയിലുണ്ടായിരുന്ന യത്രിബുകാരുടെ ടെന്റിലേക്ക് അവർ വന്നു. പക്ഷേ അവർ വന്ന സന്ദർഭത്തിൽ ആ സമയം വൈകിപ്പോയിരുന്നു. യത്രിബുകാരെല്ലാം മടങ്ങിയിരുന്നു. രണ്ടേ ആളുകൾ മാത്രമാണ് ടെന്റിലുണ്ടായിരുന്നത്. ഒന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹു. ഈ രണ്ടാളുകൾ മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ആ ഖുറൈശികൾ അങ്ങേയറ്റം ദേഷ്യത്തോടുകൂടെ അവരെ പിടിക്കാൻ വേണ്ടി അവരെ പിന്തുടർന്നു. അതിൽ മുൻദിർ ബിൻ അംർ റളിയല്ലാഹു അൻഹു അവരുടെ കണ്ണ് വെട്ടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ ദൗർഭാഗ്യവശാൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു അവർ കയ്യോടെ പിടികൂടി അദ്ദേഹത്തിന്റെ കൈ പെരടിയിലേക്ക് വലിച്ചു കെട്ടി നിലത്ത് വലിച്ച് അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുപോയി. ആ പോകുന്ന വഴിയിലുടനീളം അവർ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിനെ ശക്തമായിട്ട് ഉപദ്രവിച്ചു. പ്രത്യേകം മനസ്സിലാക്കുക, അടിവരയിടേണ്ട ഒരു പോയിന്റ്, മക്ക ഖുറൈശികളുടെ ഉപദ്രവം ഏറ്റുവാങ്ങേണ്ടി വന്ന ഏക അൻസ്വാരി സ്വഹാബി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആണ്. കഴിഞ്ഞ ഭാഗത്തും ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ മക്കയിലേക്ക് കൊണ്ടുവന്ന് മക്കയിലൊരു തുറങ്കൽ അദ്ദേഹത്തെ അടക്കുകയാണ്. ഭക്ഷണമൊന്നും നൽകാതെ പട്ടിണിക്കിടുകയാണ്. അങ്ങനെ പിന്നീടുള്ള സംഭവം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു തന്നെ പറയാണ്, ഒരുപാട് ദിവസം ഞാൻ അവിടെ കഴിഞ്ഞു. പട്ടിണിയിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഒരു ഖുറൈശി സംഘം അങ്ങോട്ട് വന്നു. എൻ്റെ തുറങ്കലിന്റെ സമീപത്തേക്ക് വന്നു. ആ സംഘത്തിൽ, ആ കൂട്ടത്തിൽ ഒരു വെളുത്ത മാന്യനായിട്ടുള്ള ഒരു സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ കണ്ട സന്ദർഭത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇവരിൽ നിന്നും എന്തെങ്കിലും ഒരു സഹായം എനിക്ക് കിട്ടുകയാണെങ്കിൽ ഈ വ്യക്തിയിലൂടെ ആയിരിക്കും കിട്ടുക. അദ്ദേഹം നല്ല മാന്യനാണ് കാഴ്ചയിൽ. ഈ വ്യക്തി അദ്ദേഹം സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് എത്തി. അദ്ദേഹം സഅദ് ബിൻ ഉബാദയെ ഊക്കിലൊരു അടി മുഖത്തേക്ക് അടിച്ചു എന്നുള്ളതാണ്. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറയാണ്, പിന്നീട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി അടിച്ച വ്യക്തി അത് സുഹൈൽ ബിൻ അംറായിരുന്നു. സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹിനോട് കൂടെ ഖുറൈശി പ്രതിനിധിയായിട്ട് കരാർ എഴുതാനിരിക്കുന്ന വ്യക്തി. പിൻകാലഘട്ടത്തിൽ അദ്ദേഹവും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സുഹൈൽ ബിൻ അംറിന്റെ അടിയെല്ലാം ഏറ്റ് ആ തുറങ്കലിൽ അദ്ദേഹം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അതിലേതോ ഒരു ഖുറൈശി വ്യക്തിക്ക് വല്ലാത്ത സഹതാപം തോന്നിയിട്ട് അദ്ദേഹം സഅദ് ബിൻ ഉബാദയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കഷ്ടം, എത്ര കാലമായി നിങ്ങൾ ഈ ഖുറൈശികളുടെ ഈ തടവറയിൽ നിങ്ങൾ കിടക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഖുറൈശിയെ, മക്കയിലുള്ള ഏതെങ്കിലും ഒരു ഖുറൈശിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരാൾ റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, എനിക്ക് മക്കയിൽ ചില ആളുകളെ അറിയാം. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ജുബൈർ ബിൻ മുത്ഇമിനെ അറിയാം. ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹു, അദ്ദേഹം മുതീബിൻ അദി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സന്ദർഭത്തിൽ സംരക്ഷണത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുത്തീബിൻ അദീന്റെ മകൻ ജുബൈർ ബിൻ മുത്തീമിനെ എനിക്ക് പരിചയമുണ്ട്. പല സന്ദർഭത്തിലും ഞങ്ങൾ അദ്ദേഹവുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ വ്യക്തി പറഞ്ഞ, ഓക്കെ, ഞാൻ മുത്തീബിൻ അദിയും ജുബൈർ ബിൻ മുത്തീമുമായിട്ട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ജുബൈർ ബിൻ മുത്തഇമിനെ തേടിപ്പിടിച്ച് ജുബൈർ ബിൻ മുത്തഇമിനോട് വിവരം അറിയിച്ചു. അതായത് ജുബൈർ ബിൻ മുത്തഇമിനോട് അദ്ദേഹം പറഞ്ഞു, ഒരു ഖസ്റജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാളെ ഒരുപാട് കാലമായിട്ട് അവർ ഉപദ്രവിക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളെ അറിയാവുന്ന വ്യക്തി കൂടെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ആ സന്ദർഭത്തിൽ ജുബൈർ ബിൻ മുത്തഇം ചോദിച്ചു, ആരാണ് ആ വ്യക്തി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അദ്ദേഹവുമായിട്ട് മുൻകാലത്ത് കച്ചവടം നടത്തിയ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് ജുബൈർ ബിൻ മുത്തഇം റളിയല്ലാഹു അൻഹു അദ്ദേഹം മക്കയിലുള്ള ഖുറൈശി പ്രമാണിമാരുമായിട്ട് സംസാരിച്ച് അവസാനം സഅദ് ബിൻ ഉബാദയെ അവർ തുറന്നുവിടുകയാണ്. അങ്ങനെ സഅദ് ബിൻ ഉബാദ യത്രിബിലേക്ക് യാത്രയാവുകയാണ്. ഈ ഒരു സംഭവം അതോടുകൂടി അരങ്ങേറി ഈ ഒരു രണ്ടാം അഖബ ഉടമ്പടി ആ ചരിത്രം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ രണ്ടാം അഖബ ഉടമ്പടിയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യത്രിബിലേക്ക് വരാൻ റസൂലുള്ളാഹിനോട് യത്രിബിലേക്ക് അവർ ക്ഷണിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. റസൂലുള്ളാഹി ഉടനെ തന്നെ മുഴുവൻ അനുയായികളെ, മുസ്ലിങ്ങളെല്ലാം വിളിച്ചുകൂട്ടി ഹിജ്റയെ സംബന്ധിച്ച് അവരോട് പറയാണ്. അതായത് ഹിജ്റ പോകാനുള്ള കൽപ്പന റസൂലുള്ളാഹി അവർക്ക് ആ കൽപ്പന നൽകുന്നു. ഹിജ്റ ആരംഭിക്കുകയാണ്. ആ ഹിജ്റയിലേക്ക് നമ്മളാണ് അടുത്തതായിട്ട് നമ്മൾ കാലെടുത്ത് വെക്കുന്നത്. മനോഹരമായിട്ടുള്ള ഹിജ്റയുടെ ചരിത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം മുതൽ നമ്മൾ തുടർന്ന് അങ്ങോട്ട് വിശദീകരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിലുടനീളം പകർത്തി ജീവിക്കാനും അതോടൊപ്പം ആ രൂപത്തിൽ ജീവിച്ച് നാളെ മരണാനന്തരം അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും നിരവധി പ്രതിസന്ധികളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ നമുക്കെതിരെ നീക്കം നടത്തുന്ന ശത്രുക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഇതേ രൂപത്തിൽ വ്യത്യസ്ത ഭാഗത്തായിട്ട് ഉമ്മത്തിൽ നിരവധി ആളുകൾ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്തുണ്ട്. മുഴുവൻ ആളുകൾക്കും അല്ലാഹു
സുബ്ഹാനഹു വതആല അവരുടെ ക്ഷമക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. ഇതേ രൂപത്തിൽ ശത്രുക്കളുടെ ഗൂഢമായിട്ടുള്ള പദ്ധതികൾ അള്ളാഹു സുബ്ഹാനഹു വതആല തകർത്തെറിയുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.